എൻ്റെ പ്രിയപ്പെട്ടവരെ മലയാളികളെ, ബീഫ് തിന്നുന്ന കേരള സ്റ്റോറിയുടെയും ലവ് ജിഹാദിൻ്റെ കേരള സ്റ്റോറിയുടെയും ഹൈന്ദവ സമൂഹം പ്രത്യുൽപാദന കുറവിലൂടെ സംഭവിക്കുന്ന നഷ്ടത്തിൻ്റെ കഥകളുമൊക്കെ പറഞ്ഞ് ഒരുപാട് വിദ്വേഷികൾ അരങ്ങ് തകർക്കുമ്പോൾ എന്നെപ്പോലെയുള്ള മനുഷ്യർക്ക് പറയാനുള്ളത്, ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെയും മറ്റിതര സമൂഹങ്ങളുടെയും ഏറ്റവും വലിയ നാശവും നഷ്ടവുമായി മാറിയിരിക്കുന്ന മദ്യവും മയക്കുമരുന്നിനെ കുറിച്ചുമാണ് ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ടത്. മദ്യത്തെക്കുറിച്ച് ഹൈന്ദവ സമൂഹവും മയക്കുമരുന്നിനെക്കുറിച്ച് മുസ്ലിം സമൂഹവും അടക്കമുള്ളവർ ഗൗരവമായ ആലോചന നടത്തുകയും അതിൽ നിന്ന് ആ സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള സംഗതികളും അതാത് സംഘടനകളും സാമൂഹ്യ ജീവികളും നന്മമരങ്ങളും ഒക്കെ ആലോചിക്കേണ്ടതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം. അല്ലാതെ ഈ രാജ്യത്ത് ഹിന്ദുവിനെ കൊന്ന് മുസ്ലിം ജയിക്കാനോ മുസ്ലിമിനെ കൊന്ന് ഹിന്ദു ജയിക്കാനോ ഇവരെ എല്ലാവരെയും കൊന്ന് ക്രിസ്ത്യാനി ജയിക്കാനോ ഒന്നും പോകുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. ഇതിനി കുറേ കാലം കഴിയുമ്പോഴും ഇങ്ങനെ അങ്ങ് പോവും. 100 കൊല്ലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും ഒരു മാറ്റവും വരാതെ ഇതങ്ങ് മുന്നോട്ട് പോവും. അപ്പോൾ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ഓരോരുത്തരും പറയുന്ന കഥകൾക്കപ്പുറത്ത് ഒരു ചുക്കും ചുണ്ണാമ്പ് സംഭവിക്കില്ല. പക്ഷേ അപകടകരമായ സംഭവങ്ങളുണ്ട്. അതിൽ ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചാണ് പറയേണ്ടതെങ്കിൽ, എല്ലാവരും വിചാരിക്കുന്നത് പോലെ മുസ്ലിങ്ങൾ കുട്ടികളെ ഉണ്ടാക്കി തോൽപ്പിക്കാൻ പോകുന്നൊന്നുമില്ല. ഇത് പിടിച്ചടക്കി ആരും പാകിസ്ഥാനാക്കാൻ പോകുന്നൊന്നുമില്ല. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി ഭരണം വന്ന് കേരളം അവർ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ഒന്നും ആകാൻ പോകുന്ന ഒരു വിദൂര ഭാവിയിലും ഒരു 150-250 കൊല്ലത്തേക്കൊന്നും സാധ്യമാവുകയില്ല. പക്ഷേ ഇവിടെ ഹിന്ദു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മദ്യപാനത്തിൻ്റെ അതിൻ്റെ ആസക്തിയാണ്, അതിൻ്റെ വളർച്ചയാണ്. അത് തുറക്കപ്പെടുമ്പോഴും യഥേഷ്ടം ഒഴുക്കപ്പെടുമ്പോഴും എല്ലാ സമൂഹത്തിലും അതിൻ്റെ ചുതി ഉണ്ടാകുന്നെങ്കിലും ആ ചുതിയിൽ ഒരു 75% സംഭവിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിലാണ്. ഈ പറയുന്ന 2 മണിക്കൂർ നീട്ടുമ്പോൾ ആ 2 മണിക്കൂർ നീട്ടുന്നതിലൂടെയും ആത്യന്തികമായി ദോഷം വരുന്നത് ആ സമൂഹത്തിന് തന്നെയാണ്. ഇനിയിപ്പോൾ ആരംഭിക്കുന്ന ഉത്സവകാലമൊക്കെ തുടങ്ങുമ്പോൾ എല്ലാവരും ഇല്ലെങ്കിലും സാമാന്യേന അതിൻ്റെ ഒഴുക്കും ആ പാനീയത്തിൻ്റെ ഉപയോഗം വളരെ ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഒരു സമുദായ സംഘടനകളും അതിനെക്കുറിച്ച് മിണ്ടൂല്ല. കാരണം അതിനെക്കുറിച്ച് മിണ്ടിയാൽ അവരൊക്കെ തന്നെയാണ് അബ്കാരി ലൈസൻസ് ഉള്ളവരും ബാർ നടത്തുന്നവരും അതിൻ്റെ ഗുണഭോക്താക്കളും. അവരുടെ ബന്ധുക്കളോ മരുമക്കളോ സ്വന്തക്കാരോ അവർ തന്നെയോ ഒക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാവുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ മദ്യം വിഷമാണ്, അത് ഉൽപ്പാദിപ്പിക്കരുത്, കുടിക്കരുത്, വിൽക്കരുതെന്നൊന്നും അവർക്ക് പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിലെ കേരള സ്റ്റോറി അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അല്ലാതെ ബീഫ് കഴിച്ച് ആരും ഹിന്ദു ആവുന്നില്ല. പക്ഷേ മദ്യം കുടിച്ച് ഒരുപാട് കുടുംബങ്ങൾ കടക്കണിയിലും ബാധ്യതയിലുമായി ആത്മഹത്യ നടന്ന് ചികിത്സിക്കാൻ ഗതിയില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തകർന്ന് തരിപ്പണമായി ക്ഷയിച്ച് നശിച്ചു പോയ 100 വീടുകൾ ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഇത്രയും രോഷമായി പറയാൻ കാരണം, ഇന്ന് രാവിലെയും ഞാൻ കണ്ടു 3 പേരവിടെ പണിക്ക് പോകുന്ന വീടാണ് ഇടിച്ച് പൊളിഞ്ഞ് നശിച്ച് നാമാവിശേഷമായി കിടക്കുന്നതിൻ്റെ കാരണം ഈ 3 പേരുടെയും നല്ല കുടി തന്നെയാണ്. അങ്ങനെയുള്ള ഒരുപാട് വീടുകളുണ്ട്. ഇത് ഹൈന്ദവ സമൂഹത്തിൻ്റെ വിഷയമാണെങ്കിൽ മുസ്ലിം സമൂഹം ഇന്ന് നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ്. അത് വളരെ ഗണ്യമായി മുസ്ലിം സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. അത് ബാധിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മദ്യത്തിനെതിരെ നടക്കുന്നത് പോലെ ശക്തമായ ഒരു ഇടപെടലോ ബോധവൽക്കരണമോ അല്ലെങ്കിൽ ഹറാമും ഹലാലും പറച്ചിലും മയക്കുമരുന്നിനെതിരെ നടക്കുന്നില്ല എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പണം ഒരുപാട് കൈകാര്യം ചെയ്യാനും അത് വിനിയോഗിക്കാനുമുള്ള ഒരാഗ്രഹവും സ്വപ്നവും അവസരവും ഉള്ളത് മറ്റെല്ലാ യുവാക്കളിൽ നിന്നും വ്യത്യസ്തമായി മുസ്ലിം സമൂഹത്തിലെ യുവാക്കൾക്കാണ്. കാരണം അവർക്കിഷ്ടം പോലെ പണം വേണം, അവർക്ക് അടിച്ചു പൊളിക്കണം, അവർക്ക് യാത്ര നടത്തണം, മറ്റു പലതും നടത്തണം, അവർക്ക് ബാക്കിയുള്ളവരുടെ സ്റ്റാൻഡേർഡിനോടൊപ്പം ജീവിക്കണം. ഇതിനൊക്കെ വേണ്ടി പണവും മറ്റുള്ള മാർഗങ്ങളും സ്വാതന്ത്ര്യവും അമിതമായി ഉപയോഗിച്ച് ജയിലിൽ നിന്ന് ജാമ്യം പോലും ലഭിക്കാതെ പലയിടങ്ങളിലും പല ചെറുപ്പക്കാരും കിടപ്പുണ്ട്. അത് വളരെ ഗുരുതരമായ രീതിയിൽ മുസ്ലിം സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുക. ഈ ഹൈന്ദവ സംഘടനകളിൽ പലരും, ഇപ്പം നടേശൻ സാറിനെ പോലുള്ളവരൊക്കെ മലപ്പുറത്തിൻ്റെ ശ്വാസം മുട്ടലും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സംഗതിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്നത് അതാണെങ്കിൽ, ഇവിടുത്തെ മുസ്ലിം സംഘടനകളുടെ ഇടയിൽ സുന്നത്തും ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാധനം കണ്ട് പേടിച്ചു പോയി. മുജാഹിദ് സംഘടനകൾക്കിടയിലുള്ള തർക്കം, അതായത് ബാങ്ക് വിളിക്കുമ്പോൾ ഈ ഇടയത്താഴം അഥവാ ഈ വെളുപ്പിനെ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാവോ കഴിച്ചുകൂടായോ എന്നുള്ള തർക്കമാണ്. അതൊരുപക്ഷെ ചിലപ്പോൾ ഇനി മറ്റൊരു മുജാഹിദിലേക്ക് വഴിതെളിക്കുമോ എന്ന ആശങ്ക എനിക്കുണ്ട്. അത് പറയുമ്പോൾ ഇതുപോലെ മയക്കുമരുന്നിൻ്റെ ഈ ഉപയോഗമുണ്ട്. ഈ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് ഞാൻ പറയാത്തത്, ഒന്ന് അവരുടെ നമ്പേഴ്സ് വളരെ നെഗ്ലിജിബിളാണ്. പിന്നെ അവരുടെ ഏറ്റവും വലിയ വിഷയം ഈ പറയുന്ന മൈഗ്രേഷനും അതുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഈ 2 സമൂഹത്തിലും ഇത് ഗൗരവമായുണ്ട്. അതുകൊണ്ട് കേരള സ്റ്റോറി സത്യമാണ് എന്ന് പറയുന്നവരോട്, നിങ്ങൾ മദ്യത്തെ ബേസ് ചെയ്താണ് കേരള സ്റ്റോറി കേരളത്തിൽ രചിക്കേണ്ടത്. പിന്നെ അതിനൊരു രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. മന്ത്രി പറഞ്ഞത് 10 മണി കഴിഞ്ഞ്
ടൂറിസ്റ്റുകൾ മദ്യം ചോദിച്ചാൽ കൊടുക്കാനൊക്കുന്നില്ല, അതിനാണ് ഏകീകരിച്ചതെന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ബ്രാൻഡായി മിന്നൽ ബ്രാൻഡി എന്നും പറഞ്ഞെങ്ങാണ്ട് ഒരു ബ്രാൻഡി പുതിയത് രംഗത്തിറക്കി അത് വിൽക്കാനൊരുങ്ങുന്നു സംസ്ഥാന സർക്കാർ. അന്നത്തെ മദ്യനിരോധനം പറയുന്നു, വലിയ വർത്തമാനം പറയുന്നു മന്ത്രി MB രാജേഷ് സാറ്. സത്യത്തിൽ ലജ്ജയില്ലേ എന്ന് ചോദിച്ചാൽ ലജ്ജയ്ക്ക് ലജ്ജ വരും എന്നതാണ് സത്യം. ഈ വിദേശത്തുനിന്ന് വരുന്ന ഒരൊറ്റ ആളുകളും ഈ മലയാളികളെപ്പോലെ കുടിച്ച് മൂക്കറ്റം കുടിച്ച് പെരുത്ത് വഴിനീളെ കടന്ന് കുടുംബം നോക്കാതെ നശിക്കുന്നവന്മാരൊന്നുമില്ല. വിദേശത്ത് വരുന്നവർക്കൊക്കെ എത്ര കഴിക്കണമെന്നും ആ കഴിക്കാനുള്ള ബ്രാൻഡൊക്കെ അവർ വാങ്ങിച്ചുകൊണ്ട് വരും. ഇവിടെ വന്ന് ചാത്തനമൊന്നും വലുതായിട്ട് അവർ കഴിക്കത്തൊന്നുമില്ല. ഇവിടെ ഇത് മൊത്തം ദുരുപയോഗം ചെയ്യുന്നത് ഈ മലയാളികളായ സായിപ്പാണ്. ഈ ഹോം സ്റ്റേ പോലും തകർക്കുന്നത് അവരാണ്. വിദേശികൾക്ക് ഹോം സ്റ്റേക്ക് ആർക്കും വാടകയ്ക്ക് കൊടുക്കാം, അവരതിനൊരു മര്യാദയൊക്കെ കാണിക്കും അത് ഉപയോഗിക്കുന്നതിന്. പക്ഷേ മലയാളിക്ക് കൊടുത്താൽ, പണ്ട് ഞാൻ ഹോം സ്റ്റേക്കാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, പിന്നെ അത് വീട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞെങ്കിലേ വൃത്തിയാവും. അത്രമേൽ കൊടുക്കുന്ന കാശിന് ഈ ഉടമയെ ദ്രോഹിക്കണം എന്ന മനസ്സുള്ളത് മലയാളിക്കാണ്. അതുകൊണ്ട് ഈ 12 മണി വരെ തുറന്നു വെക്കുന്നത് സായിപ്പിനാണെന്നൊക്കെ പറയുന്ന ന്യായം സാറ് ഈ പറയുന്ന നല്ല അലക്കി തേച്ചതുപോലെ ഒരു ബാസൊക്കെ പിടിച്ച് ശ്വാസം പിടിച്ചൊക്കെ പറയുന്നതുകൊണ്ട് എല്ലാവരും കേട്ടോണ്ട് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇതൊക്കെ വൻകിട ഏർപ്പാടുകളുടെ ഭാഗമായി നടക്കുന്ന തട്ടിപ്പുകൾ മാത്രമാണ്. നമ്മളെ കുടിച്ചു കൊല്ലാനും ഇല്ലാതാക്കാനും വേണ്ടി നടത്തുന്ന ഏർപ്പാടുകളുടെ ഭാഗം മാത്രമാണ്. അല്ലാതെ എക്സൈസ് വകുപ്പിനോ പോലീസിനോ മയക്കുമരുന്ന് ആൻറ്റി നർക്കോട്ടിക്സ് വിഭാഗത്തിനോ ഒക്കെ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്താൽ ഇതൊക്കെ വളരെ ഗണ്യമായി കുറയ്ക്കാൻ കഴിയും എന്നതാണ് സത്യം.